ക്ഷേത്രകലയായ നങ്ങ്യാർകൂത്തിന്റെ ഭാവങ്ങളും ചുവടുകളും ആവേശപൂർവ്വം ആവോളം നിറയ്ക്കുകയാണ് കലോത്സവ നഗരിയിൽ ശ്രീഗൗരി രണ്ടാം തവണയാണ് ഈ കലോത്സവ വേദിയിൽ എത്തുന്നത്. സന്തോഷമുണ്ടോ? വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ കഴിഞ്ഞു, അപ്പം അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഗ്രേഡ് ഉണ്ടോ? എ ഗ്രേഡ് ആണ്. അത് ഇരട്ടി മധുരം കൂടിയാണല്ലേ? എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോഴത്തേ അവിടെ വലിയൊരു ഒരുപക്ഷെ സംസ്ഥാന കലോത്സവത്തിനേക്കാൾ വലിയൊരു കോമ്പറ്റീഷൻ എറണാകുളത്ത് ഉണ്ടാവില്ലേ? എറണാകുളത്ത് ഇത്തവണ കഴിഞ്ഞ 2 വർഷങ്ങളിൽ അപേക്ഷിച്ച് ഈ വർഷം ഭയങ്കര വലിയൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതായത് കൂടുതൽ ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഇത്തവണ. അതില് അന്ന് അവിടെ ഇരുന്നത് ആ ഒരു പ്രൈസ് കിട്ടുന്ന ആ ഒരു മൊമെന്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ടെൻഷൻ അടിച്ച് അവിടെ ഇരുന്നത്. പക്ഷെ എനിക്ക് അന്നേരം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്റെ ഹാർഡ് വർക്കിന് ബലം ഉണ്ടാവും. അത്രയും ടെൻഷൻ സംസ്ഥാന കലോത്സവത്തിന് ഇല്ലായിരുന്നു അല്ലേ? ഇല്ല, സംസ്ഥാന കലോത്സവത്തിന് ഞാൻ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള എ ഗ്രേഡ് എനിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. എന്നാലും സ്റ്റേജിൽ എന്ത് വേണേലും സംഭവിക്കാലോ. എന്നാലും പ്രാർത്ഥിച്ച് ദൈവം തന്നു, എ ഗ്രേഡ് കിട്ടി. എത്ര കാലമായി നങ്ങ്യാർകൂത്ത് അഭ്യസിക്കുന്നുണ്ട്? ആരൊക്കെയാണ് ഗുരുക്കന്മാര്? ഞാൻ മൂന്ന് വർഷമായി. ഇപ്പൊ 3 വർഷമായിട്ട് അഭ്യസിക്കുന്നുണ്ട്. പിന്നെ എന്റെ ഗുരുനാഥ എന്ന് പറയുന്നത് ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണേന്ദ്ര ടീച്ചറാണ്. അവരെയാണ് ഞാൻ പഠിക്കുന്നത്. ഈ വിജയം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒപ്പം ഗുരുക്കന്മാർക്കും സമർപ്പിക്കുന്നു. തീർച്ചയായും അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇന്നിവിടെ ഒരു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോ നമുക്ക് ഈ തകർപ്പൻ പെർഫോമൻസ് കാണാം. അടിപൊളി കലക്കൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഇതാണ് 100% ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അതെ. അപ്പം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും ഒരുപാട് കലോത്സവ വേദികളിലെത്താൻ. എന്റെ സ്കൂളിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം എന്റെ സ്കൂളുകാർ ഇത്ര സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ. സ്കൂളിന്റെ പേര് സെന്റ് തെരേസാസ് CGHSS ഞാൻ പഠിക്കുന്നത്, എറണാകുളം. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് ആരും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇപ്പൊ എന്നെ ഇവിടെ കൂടെ എന്നെ ഇത്ര ഇങ്ങനെ വെയിലത്തൂടെ കൊണ്ടു നടക്കുന്നത് എന്റെ ടീച്ചേഴ്സാണ്. എല്ലാരും അവിടെ ഉണ്ട്. മാറി നിന്ന് ഗൗരിയുടെ പെർഫോമൻസ് കണ്ട് ആസ്വദിക്കായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ഗൗരിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.